ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ധനമന്ത്രി എത്തിയത്. കേരള ഹൌസിലെ കൊച്ചിൻ ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 50 മിനിറ്റോളം നീണ്ടു. രാവിലെ 9 മണിയോടെ എത്തിയ ധനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ച് 9:50ഓടെയാണ് മടങ്ങിയത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കാളികളായി. അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേതെന്നാണ് PRD പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ കൂടിക്കാഴ്ചയിൽ വയനാട് വിഷയം സജീവമായി മുഖ്യമന്ത്രി ഉന്നയിച്ചുവെന്നും അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മറുപടി ധനമന്ത്രി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ധനമന്ത്രിയുമായി സംസ്ഥാനം നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങൾ വീണ്ടും മുഖ്യമന്ത്രി ഉന്നയിച്ചതായാണ് സൂചന. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സഹായം പൂർണ്ണതോതിൽ ലഭ്യമാക്കുക, വയനാട് പുനരധിവാസത്തിനായി ബന്ധപ്പെട്ട 525 കോടിയുടെ കടസഹായം ചെലവഴിക്കുന്നതിന് സാവകാശം അനുവദിക്കുക, വിഴിഞ്ഞം തുറമുഖത്തിന് കൂടുതൽ വികസന സഹായം നൽകുക, കടമെടുപ്പ് പരിധി 3.5% ഉയർത്തുക, GSTയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിവേഗ റെയിൽ സംബന്ധിച്ച് E ശ്രീധരൻ നൽകിയ പദ്ധതികൾ പരിശോധിച്ച് നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ധനമന്ത്രിയെ അറിയിച്ചതായാണ് വിവരം. ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം കൂടിക്കാഴ്ചയിൽ ചർച്ചയായോ എന്ന കാര്യം വ്യക്തമല്ല. പിണറായി സർക്കാരിന്റെ 10 വർഷ കാലയളവിനിടെ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനിടെ പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയെ വിമർശിച്ച് KC വേണുഗോപാൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തി. ട്രംപും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ ആവാതിരുന്നാൽ മതി, അതേ നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ആ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ് ആദ്യം ഇന്നിപ്പം വിടുതൽ അഗ്രികൾച്ചർ ടാക്സ് കൂടെ വരാൻ പോകണമെന്നാവട്ടെ 100%. ഇന്ത്യയിലെ എല്ലാ തീരുവകളും ഇന്ത്യക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആ കണ്ടതിന് ശേഷം ഓരോ ദിവസവും ഇന്ത്യക്കെതിരായിട്ടാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്ത് സഹായം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഞങ്ങൾ MPമാരെല്ലാം ഗവർണറോട് പറഞ്ഞതാണത്. അപ്പോൾ അക്കാര്യത്തിൽ നല്ല കാര്യം നടക്കട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാവർക്കർമാരുടെ വിഷയം കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉന്നയിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ആകെ ഒരു ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും. ഇവിടെ ഇപ്പൊ കടൽമണ്ഡലത്തിന്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയുടെ കണ്ണാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം. കാരണം അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. ഇതൊക്കെ ഉന്നയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്തരം കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ടുള്ള, കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഞങ്ങളുടെ കൂടെ പറ്റും. അതായത് അതെന്താ വെച്ചാൽ ലൈസൻസ് വർക്കോ PR വർക്കോ എന്താ, അങ്ങനെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കാണുക പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു അനൌദ്യോഗിക കൂടിക്കാഴ്ചയും ഔദ്യോഗിക കൂടിക്കാഴ്ചയും ഉണ്ടെന്ന്. മുഖ്യമന്ത്രിയെ ധനകാര്യമന്ത്രി സംഭാഷണം സംസ്ഥാനത്തെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ്. എന്താണ് അനൌദ്യോഗികം എന്നുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു പുതിയ വാചകമാണ് കേൾക്കുന്നത്. എന്തായാലും ഏത് രീതിയിലായാലും കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. കേന്ദ്ര ഗവൺമെന്റ് കൈയച്ച് കേരളത്തെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ആനയെ കണ്ട പോലെയുള്ള ഇതല്ലേ. കേരളത്തെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ. അവർ കേരളത്തിനോട് ചുറ്റമന എയിംസിന്റെ കാര്യത്തിൽ പോലും എത്ര നാളായി ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ചുറ്റമ്മ നയം ഉണ്ട്. വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കടൽമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. ആദ്യം പരീക്ഷിക്കുന്നത് കേരളമല്ലേ. കേരളത്തിന്റെ നെറ്റത്തോട്ട് കയറിക്കൊള്ളാനല്ലേ, കേരളത്തിന്റെ തീരപ്രദേശത്തോട്ട് കയറാനല്ലേ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിനകത്തൊന്നും 1% പോലും സത്യാവസ്ഥയില്ല. ആരുടെ ഒപ്പം? അദ്ദേഹം BJPയുടെ നേതാവല്ലേ. ഈ രാജ്യത്തെ അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല ആളായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തെ പറയാൻ. പക്ഷെ അദ്ദേഹം നിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഗവർണർമാരെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ ധ്വംസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രക്രിയയുടെ ഭാഗമാണ് അദ്ദേഹവും. അദ്ദേഹം വ്യക്തിപരമായി നല്ലതാണെങ്കിലും അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടു കാണാം.